Hi guys, നമുക്ക് ക്വസ്റ്റ്യൻ നമ്പർ 20 ചെയ്യാം. എന്താ ക്വസ്റ്റ്യൻ നമ്പർ 20? 6 divided by 3 raised to 26 plus 10 into 1 divided by 3 raised to 25 plus 10 into 2 divided by 3 raised to 24 plus etc. 10 into 2 raised to 24 divided by 3 is. Okay, ഇത് ആക്ച്വലി നമുക്ക് എന്താണ് ഇത് സീക്വൻസ് ആൻഡ് സീരീസിലെ പ്രോബ്ലം ആണ്, അതായത് GPയിലെ പ്രോബ്ലം ആണ്. ഓടിയല്ലേ? അപ്പോൾ GPയിലെ പ്രോബ്ലം വളരെ എളുപ്പമുള്ളൊരു പ്രോബ്ലം ആണ്. ഓക്കെ, റിസ്ക് ഒന്നുമില്ല. ഞാനത് എളുപ്പത്തിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടെ 6 ഡിവൈഡ് ബൈ എന്താണ് 3 raised to 26 അതാണ് നിൽക്കട്ടെ. ബാക്കി എല്ലാ ടേമിനും എനിക്ക് 10 പുറത്തെടുക്കാം. അതേപോലെ തന്നെ 10 പുറത്തെടുത്താൽ മതി, വേറെ ഒന്നും പുറത്തെടുക്കണ്ട കഷ്ടപ്പെട്ടിട്ട്. ഓക്കെ, യെസ്. അപ്പോൾ അങ്ങനെ പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അല്ലെങ്കിൽ 10/3 നമുക്ക് പുറത്തേക്ക് നോക്കാം, നമുക്ക് എന്തെങ്കിലും വഴി കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെ പുറത്തെടുത്താൽ ഇവിടെ 1 divided by 3 raised to 24 പ്ലസ് 2 divided by 3 raised to എന്താണ് 23 പ്ലസ് 2 സ്ക്വയർ ഡിവൈഡ് ബൈ എന്താണ് 3 raised to 22 അല്ലെ, പ്ലസ് എക്സെട്ര ഏറ്റവും അവസാനം എന്താണ് 2 raised to 24 ഡിവൈഡ് ബൈ എന്താണ് 1 എന്ന് വരും. മനസ്സിലായില്ലേ? ഓക്കെ, ഇത്തിരി കാര്യമൊന്നുമില്ല, എന്നാലും കുഴപ്പമില്ല. ഇതെന്താ സാധനം പറഞ്ഞിട്ടെ, ഇതെന്താണ്, ഇതൊരു GP ആണ്, ശരിയല്ലേ? വിത്ത് കോമൺ റേഷ്യോ 2 ഡിവൈഡ് ബൈ എന്താ, നമുക്ക് കോമൺ റേഷ്യോ കണ്ടുപിടിക്കാം അല്ലെ. കോമൺ റേഷ്യോ R is equal to നമുക്കറിയാം എങ്ങനെയാ, 2 divided by 3 raised to 23 divided by 1 divided by 3 raised to 24 എന്ന് പറഞ്ഞാൽ R is equal to 2 divided by 3 raised to 23 into എന്താണ് 3 raised to 24. റെഡി അല്ലേ? അല്ലേ? ഓക്കെ, am I correct? യെസ്. ഓക്കെ, അപ്പോൾ അത് കട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ 2 into 3 അഥവാ 6 എന്ന് വരും കോമൺ റേഷ്യോ അല്ലെ. കോമൺ റേഷ്യോ 6 ആണ്. ഫസ്റ്റ് ടൈം നമുക്ക് 1 divided by എന്താണ് 3 raised to 24 എടുക്കാം. റെഡി അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ എന്തായിട്ട് വന്നു മക്കളെ, ക്ഷമിക്കണം. അപ്പോൾ ഇവിടെ 6 divided by 3 raised to 26 ഓക്കെ പ്ലസ് 10 divided by 3 ഇൻറ്റു ഇവിടെ ഫസ്റ്റ് ടേം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 divided by 3 raised to 24 ഓക്കെ ഇൻറ്റു A ഇൻറ്റു വാട്ട് ഇസ് ദാറ്റ് R raised to n minus 1 അല്ലേ. അപ്പം R എന്ന് പറയുമ്പോൾ 6 ആണ്. ഇനി N എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ടേംസ് ആണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് അല്ലേ. നമ്പർ ഓഫ് ടേംസ് നമ്മൾ അവിടെ 25 എന്ന് വരും. ഓക്കെ, എങ്ങനെയാണ് ഇവിടെ 2 raised to 0 മുതൽ 2 raised to 24 വരെ, അപ്പോൾ 25 വരും. ഓക്കെ, അപ്പോൾ 6 raised to എന്താണ് മക്കളെ 25 മൈനസ് 1 ഡിവൈഡ് ബൈ 6 minus 1. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 6 divided by 3 raised to 26 പ്ലസ് 10/3 അല്ലേ. അപ്പോൾ ഇവിടെ നമുക്ക് 10/3 അതേപോലെ ഇൻറ്റു 1/3 raised to 24 ഉണ്ട്. രണ്ടും കൂടി മിക്സ് ആക്കി നമുക്ക് 3 raised to 25 എന്ന് കിട്ടി. ഓക്കെ അല്ലേ? ഓക്കെ, ഇവിടെ ആണെങ്കിൽ 6 raised to 25 മൈനസ് 1 ഡിവൈഡ് ബൈ 6 minus 1 എന്ന് പറയുമ്പോൾ 5 ആണ്. അപ്പോൾ ഇത് കട്ട് ചെയ്തപ്പോൾ നമുക്ക് ഇവിടെ എന്തായി മക്കളെ 2 എന്ന് വന്നു. ഓക്കെ അല്ലേ? അയ്യോ, ഇത് നമുക്ക് എന്താക്കണം, ഇതിനെ സിംപ്ലിഫൈ ചെയ്യണം. എങ്ങനെ സിംപ്ലിഫൈ ചെയ്യുമെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നോക്കാം, ഐ വിൽ ട്രൈ മൈ ലെവൽ ബെസ്റ്റ്. ഓക്കെ, അപ്പം അങ്ങനെയാണെങ്കിൽ ഇവിടെ 6 divided by എന്താണ് 3 raised to 26 ഉണ്ട്. അപ്പോൾ ആയിക്കോട്ടെ, നമുക്കൊരു കാര്യം ചെയ്തോളാം, കോമൺ ആയിട്ട് എടുത്താലോ 3 raised to 25 അല്ലെ. 1 divided by 3 raised to 25 കോമൺ ആയിട്ട് എടുത്താലോ വല്ല കാര്യമുണ്ടോ? കാര്യമുണ്ട്, നമുക്ക് നോക്കാം. ഓക്കെ, സോ 1 divided by 3 raised to 25 ഞാൻ എന്താക്കാണ് കോമൺ ആയിട്ട് പുറത്തെടുക്കുവാണ്. അപ്പോൾ അങ്ങനെ പുറത്തെടുത്ത് കഴിഞ്ഞാൽ ഇവിടെ ആര് വരും, ഇവിടെ 6 divided by 3 എന്ന് വരും അല്ലേ. 6 divided by 3 എന്ന് പറയുമ്പോൾ 2 ആണ്. റെഡിയല്ലേ? പ്ലസ് ഇവിടെയാണെങ്കിൽ 2 ഇൻറ്റു 6 raised to 25 മൈനസ് 1. ഇവിടെ 6/3 എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ 2 ആണ്. അപ്പോൾ ഇവിടെ 2 പ്ലസ് 2 മൈനസ് 2 അല്ലേ 1 എന്ന് വരും. അപ്പോൾ നമുക്കിവിടെ 1 divided by 3 raised to 25 അല്ല, ബാക്കിയൊക്കെ ക്യാൻസൽ ആയിട്ട് പോയി. അത് നമുക്കിവിടെ ബാക്കി വരിക 2 ഇൻറ്റു എന്തായിരിക്കും 6 raised to 25 ആയിരിക്കും ബാക്കി വരിക. റെഡി അല്ലേ? യെസ്. ഓക്കെ അല്ലേ മക്കളെ? അങ്ങനെയല്ലേ ബാക്കി വരിക. റെഡി? അപ്പോൾ ഇത് നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി പറ്റും, നമുക്ക് 2 ഇൻറ്റു 6 raised to 25 എന്ന് പറഞ്ഞാൽ 2 raised to 25 ഇൻറ്റു എന്താണ് മക്കളെ 3 raised to 25 ആണ് അല്ലേ, ഡിവൈഡ് ബൈ താഴെ എന്ത് വരോടാ, യെസ് 3 raised to 25 എന്ന് വരും. യെസ്, അപ്പോൾ ഇതിനും കൂടി ക്യാൻസൽ ആയിട്ട് പോയി. അപ്പോൾ നമുക്ക് 2/6 എന്ന് വരും. റെഡി അല്ലേ? 2/6 ആണ് നമ്മുടെ റൈറ്റ് ആൻസർ. ഓപ്ഷൻ 2 ഈസ് ദ റൈറ്റ് ആൻസർ.